ജൂതന്മാർ ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താണ്? ഇന്ന് ആകമാനം ലോകത്തിൽ ജൂതന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അവസരങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജൂതരെക്കുറിച്ചുള്ള വിചാരങ്ങളും ജൂതരെക്കുറിച്ചുള്ള ചിന്തകളും അതുപോലെ അവരുടെ പഴയ ചരിത്രങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളുമൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം പലരുടെയും മനസ്സിൽ ഇന്ത്യയിൽ ജൂതന്മാരുണ്ടോ എന്നുള്ളതാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവരുടെ നിലപാട് എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജൂതന്മാർ എത്ര മാത്രമുണ്ട്? അവർ നമ്മുടെ മഹാരാജ്യത്ത് എവിടെയൊക്കെ വസിക്കുന്നു, ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെയുള്ളതാണ് ഞാനിന്ന് നിങ്ങളോട് പറയുവാൻ തുടങ്ങുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇന്ത്യയിൽ 4000-നും 5000-നും ഇടയിൽ ജൂതന്മാരുണ്ട്. ഇന്ത്യൻ ജൂതരുടെ ജനസംഖ്യയിൽ ഗണ്യമായ ഒരു കുറവുണ്ടായത് 1940-കളുടെ മധ്യഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20,000 മുതൽ 50,000 വരെ ജൂതരുടെ കുറവാണ് ആ കാലത്ത് ഇന്ത്യയിൽ സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ 1945-ൽ രണ്ടാമത്തെ ലോകമഹായുദ്ധാനന്തരം ബാൽഫർ വിളംബരം പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ 1948-ൽ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്ത നിമിത്തം ഇന്ത്യയിൽ നിന്നും ജൂതന്മാർ ഒത്തിരി പേർ അവിടെയൊക്കെ കുടിയേറ്റം നടത്തി എന്നുള്ളതാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. ഇന്ത്യൻ സെൻസസിൽ 2011-ലെ സെൻസസ് അനുസരിച്ച് 4429 ജൂതരാണ് ഇന്ന്, അല്ലെങ്കിൽ 2011-ലെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലുള്ളത്. ഒന്നാമത്തെ മോദി സർക്കാരാണ് അവർക്ക് ന്യൂനപക്ഷ പദവി കൊടുത്തത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി ഞാൻ ജൂതപരമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ജൂതരുമായിട്ട് ബന്ധപ്പെട്ട വളരെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ പറയുകയാണ്. ചരിത്രപ്രകാരം ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ചേക്കേറിയ ആദ്യ വിദേശ മതങ്ങളിൽ ഒന്നാണ് യഹൂദമതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജുദായിസം എന്ന് പറയുന്നത്. AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ റബി എലിയേസർ ബെൻ ജോസ് എബ്രായ ഭാഷയിൽ എഴുതിയ മിഷ്നാറ്റ് റബി എലിയേസർ എന്ന രചനയിൽ ഇന്ത്യയിലെ യഹൂദരെ പറ്റി അല്ലെങ്കിൽ ജൂതന്മാരെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. സൗത്ത് ഏഷ്യയിൽ കുടിയേറിപ്പാർത്ത ദേശി ജ്യൂസ് ഒരു ന്യൂനപക്ഷ വിഭാഗമാണ്. അവർ പുരാതന കാലം മുതൽ തന്നെ അവിടെ വസിച്ചിരുന്നു. പോർച്ചുഗീസുകാരുടെ കോളനിവൽക്കരണവും അതുപോലെ കത്തോലിക്ക മതപുരോഹിത കോടതികളുടെ പീഡനങ്ങളും അല്ലെങ്കിൽ ഇൻക്വിസിഷൻ ഉണ്ടായെങ്കിലും യഹൂദർ ഇതിനെയെല്ലാം അതിജീവിച്ച് ആണ് നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിൽ വസിച്ചിരുന്നത്. മറ്റൊരു പ്രധാന സംഭവം കൂടെ ഞാൻ ഇതിനിടയിൽ പറയാം. ഇന്ത്യൻ മണ്ണിൽ ആണ് ലോകത്തിൽ ഇസ്രയേലിന് സ്വൈര്യവാസം ചെയ്യുവാൻ കഴിഞ്ഞത് എന്നുള്ളത് ചരിത്ര സത്യമാണ്. എന്ന് പറഞ്ഞ് ഇന്ത്യ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് ജൂതർ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇതിനിടയിൽ പറഞ്ഞ ഇൻക്വിസിഷന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതുപോലെ പോർച്ചുഗീസുകാരുടെ കാര്യം ശ്രദ്ധിച്ചു കാണും. അത് ഇന്ത്യൻ മണ്ണിലുള്ള ഒരു കുഴപ്പമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. കാര്യം സ്വദേശീയരായ ഇന്ത്യക്കാർ അങ്ങനെ ഒരു പീഡനമുറയോ ഒന്നും അവരോട് നടത്തിയിരുന്നില്ല. എന്ന് വളരെ സ്വാതന്ത്ര്യമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ജൂതർക്ക് അവരുടെ ആരാധനയും അവരുടെ വിശ്വാസവും ആചാരങ്ങളുമൊക്കെ വെച്ചു പുലർത്തുവാനും അത് സംരക്ഷിക്കുവാനും കഴിഞ്ഞ രീതിയിലുള്ള സംവിധാനങ്ങളാണ് പഴയ ഇന്ത്യൻ മണ്ണിലുള്ള രാജാക്കന്മാര് പ്രഭുക്കന്മാരുമൊക്കെ അവർക്ക് അവകാശം നൽകിയിരുന്നത് എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഇന്ത്യൻ ജൂതരിൽ ചിലർ പറയുന്നത് അവരുടെ പിതാമഹന്മാർ യഹൂദ രാജ്യം നിലവിൽ വന്ന BC 930-ൽ ഇന്ത്യയിലെത്തിയെന്നാണ്. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് യഹൂദ രാജ്യം എന്ന് അവിടെ പറയുമ്പോൾ ദാവീദ് രാജാവിൻ്റെ മകനായ ശലോമോൻ രാജാവിൻ്റെ മകൻ രഹബയാം എന്ന് പറയുന്ന ആ രാജാവിൻ്റെ കാലത്ത് ആണ് അവര് ഇവിടെ എത്തിയത് എന്നുള്ള ഒരു പഠനമാണ് അല്ലെങ്കിൽ ചിന്തയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്നാൽ മറ്റു ചിലർ അവകാശപ്പെടുന്നത് ഇസ്രായേലിൽ നഷ്ടപ്പെട്ട 10 ലോസ്റ്റ് ട്രൈബ്സ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കാം BC 722 അസീറിയൻ രാജാക്കന്മാർ അവിടെ യുദ്ധത്തിന് വരുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് ഉള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ 930 കാലങ്ങളിൽ BC 930 കാലങ്ങളിൽ യഹൂദ്യ എന്ന് പറയുന്ന തെക്കൻ രാജ്യവും അതുപോലെ
അവിടെ 2.5 ഗോത്രങ്ങൾ ഇസ്രായേലിൻ്റെ ഉണ്ട്. വടക്കൻ രാജ്യം എന്ന് പറയുന്ന യൊരോബയാമിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ എന്ന് വിളിക്കുന്ന അവിടെ 10 ഗോത്രങ്ങളുണ്ട്. അതിൽ BC 722 ആണ് അസീറിയൻ രാജാക്കന്മാർ വന്ന് അവിടം പിടിച്ചടക്കി യഹൂദരെ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് അസീറിയയിലേക്ക് പോയി. അതുപോലെ അസീറിയയിൽ നിന്ന് കുറേ പേര് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അസീറിയയിലേക്ക് പോയ അവർ തിരിച്ചു വന്നതായിട്ട് ചരിത്രരേഖകളില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ നഷ്ടപ്പെട്ടു പോയ 10 ട്രൈബ്സ് നിന്ന് എത്തിയവരാണ് ഇന്ത്യയിലെ കുടിയേറിപ്പാർത്ത അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ കുടിയേറിപ്പാർത്ത യഹൂദർ എന്നാണ് മറ്റു ചില യഹൂദർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള തന്നെ യഹൂദർ വാദിക്കുന്നത്. അതോടൊപ്പം ചില ഇന്ത്യൻ യഹൂദർ അവർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ ഒന്നായ മനശ്ശെ ഗോത്രത്തിന്റെ പിന്മുറക്കാരാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് അവരെ നെയി മനാശെ എന്ന് എബ്രായ ഭാഷയിൽ പറയും, അല്ലെങ്കിൽ മനശ്ശെയുടെ മക്കൾ എന്നാണ് വിളിക്കുന്നത്. ഷിൻലാങ് എന്ന് ഇവർ ഇന്ത്യയിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു വരാം. ഇന്ത്യയിലെ ജൂത വിഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ തുടർന്ന് സംസാരിക്കുന്നത്. എത്ര വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ജൂതരുടേതായിട്ട് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ 10 വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ശരിയായിട്ട് 7 ജൂത വിഭാഗങ്ങൾ, വേണമെങ്കിൽ 8 എന്ന് വേണമെങ്കിൽ പറയാം. ആ പരുവത്തിലുള്ള അല്ലെങ്കിൽ അത്രയും മാത്രമേ ജൂത വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ളൂ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ വളരെ പ്രസക്തവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വിഭാഗമാണ് ഒന്നാമത്തേത്. അതാണ് മലബാർ കൊച്ചിൻ ജൂതർ എന്ന് പറയുന്നത്. ശലോമോൻ രാജാവിന്റെ കച്ചവടക്കാരോടൊപ്പം, അതായത് BC 10-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയവരാണ് അവർ എന്നാണ് കൊച്ചിൻ യൂതർ അവകാശപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെത്തിയ ഇവിടെ താമസമർപ്പിച്ച ആദ്യ ജൂതർ അവരാണെന്നുള്ള അവകാശവാദമാണ് അവർ പറയുന്നത്. ഞാൻ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് കൊച്ചിൻ യൂതരെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗം മാത്രമേ ഇപ്പോൾ കൊച്ചിൻ യൂതരെ കുറിച്ച് പറയുന്നുള്ളൂ. രണ്ടാമത്തെ ജൂത വിഭാഗം ഇന്ത്യയിലുള്ളത് അവരെയാണ് മദ്രാസ് ജൂതർ എന്ന് വിളിക്കുന്നത്. AD 16-ാം നൂറ്റാണ്ടിൽ സ്പാനിഷ് ജൂതരും അതുപോലെ പോർച്ചുഗീസ് ജൂതരും പരദേശ് ജൂതരും ബ്രിട്ടീഷ് ജൂതരും ഇന്ന് ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്ന മദ്രാസിൽ എത്തി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, AD 16-ാം നൂറ്റാണ്ടിലാണ്. അവർ വജ്ര വ്യാപാരികളായിരുന്നു. നിങ്ങൾ ഈ ജൂതരുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരിൽ പലരും മർച്ചൻസ് ആയിരുന്നു എന്നുള്ളതാണ്. കച്ചവടം വളരെ വശത്താക്കിയ ആൾക്കാരായിരുന്നു ജൂതർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ BC-യിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പീഡനം ഒന്നുമില്ലായെങ്കിൽ തന്നെ അവർ പലരും ചിതറിപ്പാർക്കുവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മദ്രാസിൽ വന്ന വാസം ഉറപ്പിച്ചതിന് ശേഷം യൂറോപ്പുമായുള്ള അവരുടെ വ്യാപാര ബന്ധം അവർ കാത്തു സൂക്ഷിച്ചു. അതിന്റെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്പെയിനിൽ നിന്നും അതുപോലെ പോർച്ചുഗലിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ വന്ന ജൂതരാണ്. അവര് മദ്രാസിൽ വന്ന് സ്ഥിരതാമസം ഉറപ്പിച്ചെങ്കിലും അവരെ വ്യാപാര ബന്ധം യൂറോപ്പുമായിട്ടുള്ളത് അവര് നിലനിർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. മദ്രാസിൽ തമ്പടിച്ചവർ തമിഴ് ഭാഷ വശത്താക്കുകയും അതുപോലെ മലബാർ യഹൂദരിൽ നിന്ന് മലയാളം അഭ്യസിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ 1-ലധികം ഭാഷകൾ, അവരുടെ എബ്രായ ഭാഷ കൂടാതെ അതുപോലെ ഇംഗ്ലീഷ്, അതുപോലെ സ്പാനിഷ് ഭാഷ, ഇതൊന്നും കൂടാതെ തന്നെ അവര് തമിഴ് ഭാഷയും അതുപോലെ മലയാളവും ഒക്കെ അവർ സ്വായത്തമാക്കിയത് വളരെ അനുഗ്രഹീതമായൊരു കാര്യമാണ്. യഹൂദരിലുള്ള മൂന്നാമത്തെ ഇന്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് നാഗർകോവിൽ ജൂതരാണ്. അറബ് ജൂതരായ സിറിയൻ ജൂതരും അതുപോലെ മസ്റ്ററബി ജൂതരും അപ്പോസ്തലൻ തോമസിനൊപ്പം AD 52-ൽ നാഗർകോവിലിലും കന്യാകുമാരിയിലും വന്നു ചേർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അവരിൽ മിക്കവരും വ്യാപാരികളായിരുന്നു. അവർ തിരുവിതാംകോട് പട്ടണത്തിന് ചുറ്റും സ്ഥിരതാമസമാക്കി. 20-ാം നൂറ്റാണ്ടിൽ അവരിൽ മിക്ക കുടുംബങ്ങളും കൊച്ചിയിലേക്ക് യാത്രയാവുകയും ആത്യന്തികമായിട്ട് ഇന്നത്തെ ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിലേക്ക് അവർ കുടിയേറ്റം നടത്തുകയും ചെയ്തു. അവരുടെ ആരംഭകാലത്ത് അവർ അവരുടെ സമീപമുണ്ടായിരുന്ന കൊളച്ചൽ, തേങ്കായി പട്ടണം എന്നീ തുറമുഖങ്ങൾ വഴി യൂറോപ്പുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. ഞാൻ
ഇതിനിടയിൽ തന്നെ പലയാവർത്തി പറഞ്ഞല്ലോ, ജൂതന്മാർ മിക്കപേരും വ്യാപാരത്തിൽ വളരെ മിടുക്കന്മാരായി എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഭാഷാ പാണ്ഡിത്യം അവർക്കുണ്ടായിരുന്നു. അവരുടെ ഭാഷാ പാണ്ഡിത്യം അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് പ്രയോജനീഭവിക്കുകയും ചെയ്തെന്നുള്ളതാണ് ചരിത്ര സത്യം. ആ ജൂതർ നാഗർകോവിൽ അവരുടെ അധിവാസ കേന്ദ്രമാക്കുവാൻ കാരണമായിട്ട് ചില ചരിത്രകാരന്മാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റവറൻഡ് ദാനിയൽ ടൈർമാനും ജോർജ് ബെനറ്റുമൊക്കെ അതിനുള്ള കാരണങ്ങൾ പറയുന്നത്, ഒന്നാമത്തേത് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സുഖകരമായ കാലാവസ്ഥയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നാഗർകോവിലും ചുറ്റുപാടിലുമൊക്കെ പ്രബലമായി ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ജനസമൂഹമാണ്. അപ്പോൾ അങ്ങനത്തെ രണ്ട് കാരണങ്ങൾ വെച്ചാണ് അവര് നാഗർകോവിലും ചുറ്റുപാടുകളിലും അവർ താമസം ഉറപ്പിക്കുവാൻ കാരണം എന്നാണ് ഈ ചരിത്ര ഗവേഷകന്മാർ പറയുന്നത്. ഇന്ത്യൻ ജൂതരിലെ നാലാമത്തെ വിഭാഗമാണ് ഗോവൻ ജൂതർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗോവയിൽ താമസം ഉറപ്പിച്ചവരാണ്. ഇവര് സ്പെയിൻ, അതുപോലെ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സെഫാർഡിക് ജ്യൂസ് ആണ്. ആ രാജ്യങ്ങളിൽ കാത്തലിക് ഇൻക്വിസിഷന്റെ ആരംഭത്തോടെ അവിടെ നിന്നും അവർ ഗോവയിലേക്ക് പലായനം ചെയ്തവരാണ്. അവർ യഥാർത്ഥത്തിൽ അല്ലാതെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒറിജിനലായിട്ടുള്ളൊരു കൺവേർഷൻ അല്ല. ചില കാര്യങ്ങൾ സാധിക്കുവാനോ പീഡനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനോ ഒക്കെ വേണ്ടി അവര് ഒരു തന്ത്രപൂർവം അവരിൽ പലരും ക്രിസ്ത്യാനിത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അവരായിരുന്നു കത്തോലിക്കരുടെ ഗോവ ഇൻക്വിസിഷനിലെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് നിമിത്തം ആ വിഭാഗം പോർച്ചുഗീസുകാരുടെ അധീനതയിൽ അല്ലാത്ത ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ ജൂതരിലെ അഞ്ചാമത്തെ വിഭാഗമാണ് കൊങ്കണിലെ ബെനി ഇസ്രായേൽ എന്ന് പറയുന്നത്. അഥവാ ഇസ്രായേലിന്റെ പുത്രന്മാരെന്നാണ് എബ്രായ ഭാഷയിലുള്ള ബെനി ഇസ്രായേൽ എന്നുള്ള ആ പദവിന്യാസത്തിന്റെ അർത്ഥം. അവരെ ഷാനിവാർ തേലി അല്ലെങ്കിൽ തദ്ദേശീയ ജൂതർ എന്നൊക്കെ കരുതിയിരുന്നു. ബെനി ഇസ്രായേൽ വിഭാഗം കൊങ്കൺ തീരപ്രദേശത്ത് പുരാതന കാലത്ത് എത്തുകയും അവർ പൂർണ്ണമായും തദ്ദേശീയ സംസ്കാരവുമായിട്ട് കൂടിക്കലരുകയും ചെയ്ത് ജീവിച്ചവരാണ്. ഇസ്രായേലിലെ യഹൂദ്യയിൽ സിറിയൻ രാജാവായ അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ നേതൃത്വത്തിൽ നടന്ന പീഡന സമയത്ത്, ആ ചരിത്രമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കാര്യങ്ങൾ അറിയാം, ഞാനത് വിവരിക്കുന്നില്ല. അവരുടെ പൂർവ്വ പിതാക്കൾ അവിടെ നിന്ന് പലായനം ചെയ്തെന്നും ആ വരവിൽ കപ്പൽ ചേർത്തിൽ നിന്ന് 7 പേർ രക്ഷപ്പെട്ട് BC 175 കൊങ്കൺ തീരത്തുള്ള നഗാവോൺ വില്ലേജിൽ എത്തി എന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആണ് അവര് അവിടെ താമസമടിച്ചത്, ഉറപ്പിച്ചത്. അവരുടെ പിന്മുറക്കാരാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ജൂതരിലെ ആറാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കറാച്ചിയിൽ ഉണ്ടായിരുന്ന ബെനി ഇസ്രായേലാണ്. 1947 ഇന്ത്യ വിഭജന കാലം വരെ കറാച്ചിയിൽ ജീവിച്ചിരുന്നവരാണവർ. നിങ്ങൾക്കറിയാമല്ലോ, സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി രാജ്യം രണ്ടായി, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ അവർ ഇന്ത്യയിലേക്ക് കറാച്ചിയിൽ നിന്ന് പലായനം ചെയ്തു. അങ്ങനെ അവർ മുംബൈയിലെത്തി. അവരിൽ പലരും ഇസ്രായേലിലേക്ക് പിന്നീട് തിരികെ പോയി എന്നുള്ളതാണ് സത്യം. സിന്ധ്, പഞ്ചാബ്, പത്താൻ പ്രവിശ്യകളിൽ നിന്നുള്ള ജൂതരെ പലപ്പോഴും ബാനി ഇസ്രായേൽ എന്ന് തെറ്റായി വിളിക്കാറുണ്ട്. പാകിസ്ഥാന്റെ ഭാഗമായി മാറിയ ലാഹോർ അഥവാ പെഷവാർ എന്നിവിടങ്ങളിൽ താമസമാക്കിയിരുന്ന ജൂതരും 1947 ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ മണ്ണിലുള്ള ഏഴാമത്തെ വിഭാഗം ജൂതരാണ് ബാഗ്ദാദി ജൂതർ. AD 18-19 നൂറ്റാണ്ടുകളിൽ ഇറാഖ്, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിൽ വന്ന് താമസമാക്കിയവരാണ് ബാഗ്ദാദി ജൂതർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം,
ഇത്രയും 7 വിഭാഗങ്ങളാണ് യഥാർത്ഥമായിട്ട് ഇന്ത്യൻ ജൂതർ എന്ന് പറയുന്നത്. എന്നാൽ അതിനോട് കൂടിയുള്ള ചില വിഭാഗങ്ങളെ കുറിച്ചും ഞാൻ പറയാം. അപ്പോൾ ഈ 7 പേരാണ് യഥാർത്ഥത്തിൽ ജൂതർ എന്ന് പറയുന്നത്. ഇന്ത്യൻ മണ്ണിലുള്ള 8ാമത്തെ ജൂത വിഭാഗം എന്ന് പറയുന്നത് വളരെ അടുത്ത കാലത്ത് മാത്രം ഇന്ത്യയിലേക്ക് ചേക്കേറിയ ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇന്ത്യൻ ജൂതർ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സമീപകാലത്താണ് അവർ ഇങ്ങോട്ട് ചേക്കേറിയത്. 2ാം ലോകമഹായുദ്ധകാലത്ത് യൂറോപ്പിൽ സ്ഥിരവാസികളായിരുന്ന ചെറിയൊരു വിഭാഗം അവിടെ ഉണ്ടായിരുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തി. അപ്പൊ അവരെയാണ് യൂറോപ്യൻ യൂതർ എന്നാണ് വിളിക്കുന്നത്. 1938-നും 1948-നും ഇടയിൽ 200 ജൂതരാണ് യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്ത് ഇന്ത്യയിൽ അഭയസ്ഥാനം കണ്ടെത്തിയത്. വളരെ ചെറിയ ഒരു ഗ്രൂപ്പ്, 200 പേര് മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ അവർ ഇന്ത്യയിൽ താമസിക്കുകയും അവരുടേതായ ജൂത ഇന്ത്യ സമ്മിശ്ര സംസ്കാരം ഇന്ത്യയിൽ നിലനിർത്തി പോരുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വളരെ വളരെ ചെറിയ ഒരു വിഭാഗമാണ് ഈ പറയുന്ന യൂറോപ്യൻ ജൂതർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അല്പം വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടോ ഒക്കെ ഉള്ള 2 വിഭാഗത്തെ കൂടെ ഞാൻ പറയാം. അതിൽ ഒരെണ്ണമാണ് ബ്നേയി മനശ്ശെ എന്ന് പറയുന്ന വിഭാഗം. അതായത് ഈ പേരിന് എബ്രായ ഭാഷയിൽ മനശ്ശിയുടെ പുത്രന്മാരെന്നാണ് അർത്ഥം. ഇന്ത്യയിൽ ഇവർ ഷില്ലങ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവരെ ഒറിജിനൽ യഹൂദന്മാരായിട്ട് കണക്കാക്കാൻ ഒക്കുമോ എന്നുള്ളത് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ഇവർ ഇന്ത്യയുടെയും മ്യാൻമറിന്റെയും അല്ലെങ്കിൽ പഴയ ബർമ്മയുടെയും ഒക്കെ ബോർഡറിൽ ഉള്ള വ്യത്യസ്ത ടിബറ്റോ ബർമീസ് ഗോത്രങ്ങളാണ്. അപ്പം നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിന്റെ തലമുറകൾ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. ലോസ്റ്റ് 10 ട്രൈബ്സ് എന്ന് പറയുന്ന ആ വിഭാഗത്തിലെ ഒരു ഗോത്രത്തിലെ തലമുറകൾ ആണ് തങ്ങളെന്നാണ് അവരുടെ അവകാശവാദം. അതായത് യാക്കോബിന്റെ മകനായ ജോസഫിന്റെ സന്തതികൾ 1. ഈ വിഭാഗത്തിൽ ഇപ്പോൾ 10,000 അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ മിസോ, കുക്കി ഗോത്രവർഗങ്ങളിലെ ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് ആധുനിക യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തവരാണെങ്കിലും ജോസഫിന്റെ മക്കൾ ഒരുവന്റെ വംശപരമ്പരയിലേത് ആണ് അവർ എന്നാണ് അവകാശപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മനശ്ശിയുടെ സന്തതി പരമ്പരകൾ ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം ശ്രദ്ധിക്കുക. ഈ അടുത്ത സമയത്താണ് അവർ ഈ പുതിയ അല്ലെങ്കിൽ ആധുനിക യഹൂദ മതത്തിലേക്ക് അവർ കൺവേർട്ട് ചെയ്തത്. പക്ഷെ അവർ പറയുന്നത് അവര് ഈ ലോസ്റ്റ് ട്രൈബ്സിൽ ഉണ്ടായിരുന്ന മനശ്ശെ വിഭാഗത്തിന്റെ പിന്മുറക്കാരാണ്. മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കുക. അതാണ് ബെനി എഫ്രൈം എന്ന് പറയുന്നത്. അതായത് എഫ്രൈമിന്റെ പുത്രന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന വളരെ ചെറിയ ഒരു സമൂഹമാണിത്. ഇവരെ തെലുങ്ക് ജൂതരെന്നും വിളിക്കും. അവരുടെയും കാര്യം നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. 1981 മുതൽ ആണ് അവർ ആധുനിക ജൂതമത ആചരണം തുടങ്ങിയത്. അപ്പോൾ അതാ പറഞ്ഞത്, ഇവരും ജൂതര് തന്നെയാണോ എന്ന് സംശയമാണ്. ജോസഫിന്റെ 2 മക്കളിൽ ഇളയവനായിരുന്ന എഫ്രൈമിലാണ് അവർ തങ്ങളുടെ വംശീയ പിതൃത്വം അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ആധുനിക കാലത്ത് ജൂതരല്ലാത്തവരും ജൂതരാണ് എന്ന് പറയുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ മണിപ്പൂർ, മിസോറാം തുടങ്ങിയ ഭാഗങ്ങളുള്ള ടിബറ്റോ ബർമീസ് വിഭാഗങ്ങൾ അവരുടെ ഇടയിൽ DNA ടെസ്റ്റുകൾ ധാരാളം നടന്നിട്ടുണ്ട്. 100 കണക്കിന് ആൾക്കാർക്ക് DNA ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും വിശ്വസിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ജൂതന്മാർ ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ വിശദാംശങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജൂതരെ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ചില എപ്പിസോഡുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇത് വളരെ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചരിത്രമാണ് നിങ്ങളിത് മനസ്സിലാക്കുകയും ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയുന്നു. നിങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അനുഗ്രഹീതമായ ചരിത്രങ്ങളും മറ്റും ഇതിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നതാണ്. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.